1977 മാർച്ചിലാണ് AKG മരിക്കുന്നത്. അതിനെ തുടർന്ന് പാർട്ടി നേതൃത്വ യോഗം ചേർന്നപ്പോൾ EMS പറഞ്ഞു, AKGയുടെ ഒരു സ്വപ്നമാണ് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച പരിചയം മാത്രമുള്ള സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരെ കൂടി ഒരുമിച്ചിരുത്തിയും പാർട്ടിയുടെ നേതൃത്വത്തിൽ ചില ഇടപെടലുകൾ നടത്തണം. EMS എപ്പോഴും ഊന്നി പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു കുറിപ്പ് വിതരണം ചെയ്യുന്നതിനകത്ത് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. സമൂഹത്തെക്കുറിച്ച്, സമ്പദ്ഘടനയെക്കുറിച്ച്, സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചെല്ലാം ഗഹനമായി ഗവേഷണം നടത്തി കണ്ടെത്തലുകൾ നടത്തുന്ന അക്കാദമിക് പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തിന് വലിയ സംഭാവന നൽകുന്നവരാണ്. എന്നാൽ അതുമാത്രം പോരാ, അവരുടെ പഠനങ്ങളും ഗവേഷണ ഫലങ്ങളും മാത്രം പോരാ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അനുഭവപരിചയമുള്ള ആളുകൾ അവരുടെ അനുഭവങ്ങളെ മുൻനിർത്തിയിട്ട് എങ്ങനെ വേണം നമ്മുടെ നാടിൻ്റെ ഭാവി വികസന പാത കരിപ്പിടിപ്പിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആ ജനകീയ പ്രവർത്തകർ, ജനങ്ങളുമായി ഉറ്റബന്ധമുള്ള പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, അവരുടെ അനുഭവ സമ്പത്തും അക്കാദമിക് പണ്ഡിതന്മാരുടെ ഗവേഷണ പഠിത്തവും ഇതിനെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം വേണം. ഒരു വൈരുദ്ധ്യാത്മകമായ ബന്ധം ഇവ തമ്മിൽ വേണം എന്നുള്ളതാണ് EMS ഊന്നി പറഞ്ഞിരുന്നത്. അതനുസരിച്ചാണ് ഈ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലുള്ള പഠന കോൺഗ്രസ്സുകൾ നടന്നിട്ടുള്ളത്. അന്താരാഷ്ട്ര പഠന കോൺഗ്രസ്സുകളാണ്. വിദേശത്ത് നിന്നുള്ള പണ്ഡിതന്മാരും കേരളത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരും ഒക്കെ വരാറുണ്ട്. ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം, ഇതുവരെ 4 പഠന കോൺഗ്രസ്സുകളാണ് നടന്നിട്ടുള്ളത്. ആ പഠന കോൺഗ്രസ്സുകൾക്ക് ശേഷം നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഒന്നൊഴികെ ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചിട്ടുള്ളത് എന്ന ഒരു വസ്തുതയും നിങ്ങൾക്ക് തരുന്ന പഠനക്കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നാട് മറ്റൊരു തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് ഈ 5ാം പഠന കോൺഗ്രസ് ഫെബ്രുവരി മാസം 20, 21 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നു. 21, 22 തീയതികളിൽ കുറച്ചും കൂടെ നേരത്തെയാക്കാൻ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നൊരു ഒരു പ്രേരണ ഉണ്ടായതുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ അതെല്ലാം വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പഠന കോൺഗ്രസിനെ തുടർന്ന് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യണം. അത് പഠന കോൺഗ്രസിൽ വരുന്ന അഭിപ്രായങ്ങൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചർച്ച ചെയ്തുകൊണ്ട് ആവിഷ്കരിക്കുന്ന ഭാവി കാഴ്ചപ്പാടുകളുണ്ട്, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഉണ്ട്. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മുതൽ, അതൊരു മുന്നണിയാണ്, കമ്മ്യൂണിസ്റ്റുകാരും സ്വതന്ത്രന്മാരും കൂടെ ചേർന്ന ഒരു മുന്നണിയായിരുന്നു അത്. ഒരർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്നാണ്, വേറെ പാർട്ടികളൊന്നും അതിനകത്തുണ്ടായിരുന്നില്ല. ആ ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചു അതിനെക്കുറിച്ചുള്ള ഒരു നല്ല ചർച്ച തുടർന്നുള്ള നാളുകളിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം തിരുവനന്തപുരത്ത് ഉള്ള വിഴിഞ്ഞം പോർട്ട് ഇന്ത്യയുടെ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് കൂടി, കേരളത്തിൻ്റെ മാത്രമല്ല, വലിയ ഒരു സംഭാവനയാകുന്ന ഒരു പശ്ചാത്തല സൗകര്യമായിട്ട് വളർന്നിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, തൊട്ടടുത്ത് വരെ കണ്ടെയ്നറുമായിട്ട് വരാവുന്ന, ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് അടുക്കാൻ കഴിയുന്ന, തീരത്തണയാൻ കഴിയുന്ന അപൂർവം തുറമുഖങ്ങളിൽ ഒന്നാണ്. ഇതിപ്പോൾ ഞാൻ പറയാനെന്താ കാരണം, 1957 തെരഞ്ഞെടുപ്പിന് മുമ്പ് തൃശ്ശൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകൈയെടുത്ത് ഭാവി കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തുകയുണ്ടായി. ആ രേഖ ലഭ്യമാണ്. അവിടെ ചർച്ച ചെയ്തതാണ് വിഴിഞ്ഞം പ്രോജക്റ്റിനെ കുറിച്ച്. അപ്പോൾ എത്ര 70 വർഷം മുമ്പ്, 70 വർഷം മുമ്പ്, അതിന് മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട് വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചുള്ള ചർച്ച. പിന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. പക്ഷെ ഗൗരവമായി കേരളപ്പിറവിക്ക് ശേഷം വിഴിഞ്ഞം പോർട്ട് നമ്മുടെ സമ്പദ്ഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്രത്തോളം പ്രയോജനപ്പെടും എന്ന തരത്തിലുള്ള ചർച്ച തൃശ്ശൂരിൽ ചേർന്ന, അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, EMSഉം അച്യുതമേനോനും MN ഗോവിന്ദൻ നായരും TV തോമസും ഗൗരിയമ്മയും CH കണാരനും എല്ലാ നേതാക്കന്മാരും പങ്കെടുത്തുകൊണ്ടാണ് അവിടെ ആ ചർച്ച നടന്നത്. അപ്പോൾ കേരളത്തിൻ്റെ സർവതോമുഖമായ വികസനത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷത്തിനുമുള്ള വ്യതിരിക്തമായ പങ്ക് അത് ഈ പഠന കോൺഗ്രസ്സുകളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വെബ്സൈറ്റ് ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്.
പിന്നെ രാഷ്ട്രീയ കക്ഷി നോക്കിക്കൊണ്ടല്ല, വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാൻ പ്രാപ്തരായ ധാരാളം പേരെ വിളിക്കും. ഇപ്പോൾ മണിശങ്കരയ്യരെ പോലുള്ളവരെല്ലാം കോൺഗ്രസ് നേതാവാണല്ലോ. അങ്ങനെയുള്ള പലരും മുമ്പ് സെമിനാറുകൾ പങ്കെടുക്കാറുണ്ട്. ഇപ്പം അതിൻ്റെ ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. How it differentiate from former Congresses? ഇത്തവണത്തെ പ്രത്യേകതയായി എല്ലാവർക്കും പൊതുമണ്ഡലത്തിന് അറിയാവുന്ന കാര്യം, കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച കിട്ടിയ ഘട്ടത്തിലാണ് 5ാമത് അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് നടക്കുന്നത്. അപ്പം അതിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടതുപക്ഷത്തിനുള്ള വ്യത്യസ്തമായ ബദൽ നയങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള കാഴ്ചപ്പാട്. ഇപ്പം ഇൻ്റർനെറ്റ് ജനങ്ങളുടെ ഒരു മൗലികാവകാശമാണെന്ന് പ്രഖ്യാപിച്ച് വേറെ ഏതെങ്കിലും ഗവൺമെൻറ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ 20 ലക്ഷം കുടുംബങ്ങൾക്കാണ് അത് സൗജന്യമായി ലഭ്യമാക്കുകയാണ്. അപ്പോൾ ആ 20 ലക്ഷം കുടുംബങ്ങൾക്ക് ഇൻ്റർനെറ്റ് സൗകര്യം സൗജന്യമായിട്ട് ലഭ്യമാക്കുമ്പോൾ അതിൻ്റെ ഹാർഡ്വെയർ വേണ്ടേ? സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാകുന്നതാണ്. ആ ഹാർഡ്വെയർ കുടുംബശ്രീയിലൂടെ ലഭ്യമാക്കി അവർ അവരുടെ നൈപുണ്യ വികസനത്തിലൂടെ അവർക്ക് വരുമാനമുണ്ടാവും. അതിനുള്ള പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാമുള്ള വലിയ വ്യത്യാസം ജീവിതത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമായി തട്ടിച്ചു നോക്കുമ്പോൾ മാത്രമല്ല, വികസിത ലോക രാജ്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോഴും ഉണ്ട്. ഇപ്പോൾ ശിശുമരണം, അമേരിക്കയെക്കാളും മികച്ച ശിശു സംരക്ഷണ സംവിധാനം പതിറ്റാണ്ടുകളായി നടന്ന പ്രവർത്തനത്തിലൂടെയാണ് കേരളത്തിലുണ്ട്. അപ്പം ഇതിലെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ച, ഇനി കേരളം എവിടേക്ക് പോകണം, അതാണ് ഐസക് സംസാരിക്കുമ്പോൾ പറഞ്ഞു. ഒരു വിജ്ഞാന സമൂഹമായും ആ വിജ്ഞാന സമൂഹത്തിൽ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട സമ്പദ് സംവിധാനം, ഇതെല്ലാം വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള കാഴ്ചപ്പാടുകളാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യയെ എങ്ങനെ നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് ഗുണകരമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ റോബോട്ടിക്സിനെ കുറിച്ച് പഠിപ്പിക്കുന്ന പഠന പദ്ധതിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കെല്ലാം ഞാൻ പോകുന്നില്ല. അപ്പോൾ ഭാവി കേരളം എങ്ങനെയായിരിക്കണം? ഇന്ത്യയും ലോകവും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല പ്രവണതകളും കാണുന്നുണ്ട്, അല്ലേ? വെനസ്വേലയിൽ നടന്ന സംഭവമുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അതിക്രമങ്ങളുണ്ട്, ന്യൂനപക്ഷ വിരുദ്ധ ആക്രമണങ്ങളുണ്ട്. ഹിന്ദു സമൂഹത്തിൽ തന്നെ പെടുന്ന ദളിതർക്കും ആദിവാസികൾക്കും പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവർക്കുമുള്ള അതിക്രമങ്ങൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപകമാണ്. അപ്പോൾ കേരളത്തിലുള്ള പോരായ്മകളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ പലരും ഓർക്കാത്ത ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലൊരു വർഗീയ ലഹള ഉണ്ടായിട്ടില്ല. സമാധാന ജീവിതമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക്. ഇപ്പോൾ ഉത്തരേന്ത്യയിലെല്ലാം യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പല ആളുടെയും പരിചയപ്പെടാൻ അവസരം കിട്ടാറുണ്ട്. അവർ പറയുന്നത് റിട്ടയർമെൻറ്റിന് ശേഷം ഞങ്ങൾ കേരളത്തിൽ ഒന്ന് താമസിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? പ്രശസ്തരായ ചില കലാകാരർ പറയുന്നു, ഞങ്ങൾക്ക് പറയാനുള്ളത് തുറന്നു പറയാൻ പറ്റുന്ന ഒരിടം കേരളമാണ്. അപ്പം നമ്മുടെ നാടിൻ്റെ നാനാമേഖലയിലുള്ള മികവുകൾ, ആ മികവുകൾക്ക് ആസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പം ഈ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ തുടങ്ങിയതാണ്, ഇപ്പോഴും തുടരുന്നതാണ്. ജില്ലകളിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ഒരു പുതിയ സാംസ്കാരിക ജീവിതം സമൂഹത്തിൽ എല്ലാവർക്കും ലഭ്യമാവണം. അതിനവർക്ക് അർഹതയുണ്ട്. ആ നിലയിലേക്കെല്ലാം ഭാവി കേരളത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. മറ്റൊന്ന്, ആയുർദൈർഘ്യം കൂടുന്നത് കൊണ്ട്
പ്രായം ചെന്നവർ ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അതിൻ്റെ സാങ്കേതികമായ സ്ഥിരക്കണക്കൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, അത് പറയാറിയാവുന്ന അടുത്ത്. അപ്പം ഇവരെ സംരക്ഷിക്കേണ്ട വിഷയം, നമ്മുടെ എല്ലാ കുടുംബങ്ങളിലുണ്ട് ഈ വിഷയം. നമ്മുടെയൊക്കെ വീട്ടിൽ പ്രായം ചെന്നവരുണ്ട്. അവർക്കൊരു സംതൃപ്തമായ, സുരക്ഷിതമായ, ഭയാശങ്കകളില്ലാത്തൊരു ജീവിതം, അതിനർഹത ഉണ്ട്. അതെങ്ങനെയാണ് കേരളത്തിൽ രൂപപ്പെടുത്തേണ്ടത്? ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ, അതെല്ലാം ഇത്തവണത്തെ പഠന കോൺഗ്രസിൽ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യും. വിശേഷിച്ച് എങ്ങനെ കേരളം കൈവരിച്ച ഈ നേട്ടങ്ങൾ അട്ടിമറിക്കാൻ മുതിരുന്ന കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ ശക്തികൾ ഇവിടെ ഭരണത്തിൽ വരാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയമുണ്ട് ഈ പഠന കോൺഗ്രസിൽ, സാമ്പത്തിക നയസമീപനങ്ങൾക്കൊപ്പം രാഷ്ട്രീയവുമുണ്ട്. അപ്പോൾ പലതും പറഞ്ഞ് രാഷ്ട്രീയമായ ചില അട്ടിമറികൾ സാധിക്കാൻ ചിലർ നീങ്ങുന്നുണ്ട്. അതിനെ എങ്ങനെ തടുക്കാൻ കഴിയുമെന്നുള്ള വിഷയവും പഠന കോൺഗ്രസിൽ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടും. നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത്തവണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ സാമ്പത്തികമായി ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ പഠന കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു ബദൽ ആശയം എന്തായിരിക്കും? യഥാർത്ഥത്തിൽ ഈ പഠന കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ബദൽ ആശയം പഠന കോൺഗ്രസിൽ ചർച്ച ചെയ്ത് ഉരുത്തിരിയേണ്ടതാണ്. ഇപ്പം ഞങ്ങൾക്ക് ഈ ആശയമാണ് ഈ പഠന കോൺഗ്രസ് മുന്നോട്ട് വെക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി പറയാൻ പറയുന്നതിനകത്തൊരു അപാകതയുണ്ട്. എന്നാൽ നിങ്ങളുടെ ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരവുണ്ട്. ഇത്തരത്തിൽ സാമ്പത്തികമായി കേരളത്തെ മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ വരിയിൽ നിൽക്കാത്ത സംസ്ഥാനങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നിർമ്മല സീതാരാമനും ഉള്ളത്. അതിനെ നേരിടുവാൻ എങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ, രാഷ്ട്രീയ പാർട്ടികൾ അവരെങ്ങനെ കൂട്ടായിട്ട് പ്രവർത്തിക്കണം? രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണ്. നികുതികളിലൂടെയും മറ്റും ശേഖരിക്കാൻ കഴിയുന്നതും പിന്നെ നോട്ടച്ചടിക്കാനൊരു യന്ത്രം കേന്ദ്രത്തിൻ്റെ കയ്യിലുണ്ട്, സംസ്ഥാനങ്ങൾക്കതില്ല. കമ്മി എന്ന് പറയാം അതിനെ. അപ്പം ഇത് ചില മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഫെഡറൽ ധനകാര്യ തത്വങ്ങൾ പിന്തുടർന്നുകൊണ്ട് വേണം ഇത് വീതം വെക്കാൻ. അതിനാണ് ധനകാര്യ കമ്മീഷൻ എന്നൊരു സങ്കല്പം ഭരണഘടനയിലുള്ളത്. എന്നാൽ അതെല്ലാം ഫലരഹിതമാക്കുന്ന തരത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്, BJP ഗവൺമെൻറ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കൊരു സംശയമില്ല, ചില സെഷൻ ഈ വിഷയങ്ങൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെയാണ് ഈ പഠന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 4ാം പഠന കോൺഗ്രസ് രൂപം നൽകിയ ഒരു വികസന കാഴ്ചപ്പാട് വലിയൊരു പരിധി വരെ നടപ്പാക്കുന്നതിന് കഴിഞ്ഞു. എന്നാൽ അതിന് വലിയ പ്രതിബന്ധങ്ങൾ കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപരോധ സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ധനകാര്യത്തിലും മറ്റും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ നമ്മുടെ കാഴ്ചപ്പാടിനെ അട്ടിമറിക്കുന്നുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ്. ഇതിനെതിരെ എങ്ങനെ പ്രതിരോധം ഉണ്ടാക്കാം? പ്രതിരോധിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം? കിഫ്ബിക്ക് തടസ്സം ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയാ തടസ്സത്തെ മറികടക്കാൻ പറ്റുക? ഇതുപോലെ ഓരോ കാര്യത്തിലും ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ കേന്ദ്രത്തിൻ്റെ നിബന്ധനകളും നിയന്ത്രണങ്ങളും അതിനെങ്ങനെ മറികടക്കാനാവും, മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു അജണ്ട സൃഷ്ടിക്കലാണ് ഈ പഠന കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. കേന്ദ്രത്തിന്റെ പരിഗണിക്കാത്ത സംസ്ഥാനങ്ങളെ കുഴപ്പമില്ല, പരിഗണിക്കാത്ത സംസ്ഥാനങ്ങളെ ഒരു തിരിക്കുന്നത്. പക്ഷെ നേരെ കുറിച്ച് സാധനം അറിയാവുന്നത് തമിഴ്നാട്ടില് കോൺഗ്രസും CPM എല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് മുഖ്യമന്ത്രി എംപിമാരുടെ യോഗം വിളിച്ച് കേന്ദ്രത്തിൽ കിട്ടേണ്ട ഫണ്ടുകളെല്ലാം മാക്സിമം വാങ്ങിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ നടക്കുന്നില്ല. എംപിമാരുടെ വഴിക്ക് മുഖ്യമന്ത്രിയുടെ വഴിക്കാണ്.
അല്ലെങ്കിൽ ഇന്ത്യയുടെ യോഗം വെച്ച് ഒറ്റക്കെട്ടായിട്ടൊന്നും വാങ്ങിക്കുന്ന ഇവിടെ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഇതിൽ ചോദ്യകർത്താവ് പറഞ്ഞതിൽ ഒരു ഭാഗം ശരിയാണ്. കേരളത്തിലെ എം പിമാർ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മറ്റു പല സംസ്ഥാനങ്ങളെയും പോലെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി എം പിമാരുടെ യോഗം വിളിച്ച് ഈ കാര്യം വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആ യോഗങ്ങളിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ചില സമയത്ത് എം പിമാർ കൂട്ടായിട്ട് ചില നിവേദനങ്ങൾ കൊടുക്കാൻ പോയിട്ടുണ്ട്. ചില സമയത്ത് കൂട്ടായ നിവേദനം കൊടുക്കാൻ പോകുന്ന ശ്രമങ്ങളെ നിസ്സഹകരിച്ച് പിന്നെ പരാജയപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും ഈ വിഷയം അതീവ ഗൗരവമായിട്ടെടുക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഞങ്ങളും എല്ലാം പങ്കെടുത്ത വലിയൊരു സമരം ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടന്നു. മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും MLA-മാരും ജനപ്രതിനിധികളും മുഴുവൻ അതിൽ പങ്കെടുത്തു. കപിൽ സിബല്, കേജ്രിവാൾ, ഫറൂഖ് അബ്ദുള്ള തുടങ്ങി ഒരുപാട് പ്രമുഖർ അവിടെ വന്ന്, ഫറൂഖ് അബ്ദുള്ള പിന്നെ കേജ്രിവാൾ എന്ന മുഖ്യമന്ത്രിയാണ്, ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്, അദ്ദേഹത്തെ ഇവിടെ ജയിലിട്ടിട്ടില്ല. ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ വന്നു, കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ വന്നു, അത് പ്രസംഗിക്കുകയുണ്ടായി. ആ സമരം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ 12-ാം തീയതി ആണെന്ന് തോന്നുന്നു അല്ലേ, പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ. ഏത് ദിവസമാണെന്ന്? 12-ാം തീയതി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സമരം കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരായി. പലതും കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ സ്ഥിരക്കണക്കുകൾ പലതവണ പറയുന്നുണ്ട്. പക്ഷേ മറ്റ് പല വിഷയങ്ങളെയും കൂടുതൽ ഈ ആളുകൾക്ക് കേട്ടിരിക്കാൻ കൗതുകം തോന്നുന്ന തരത്തിലുള്ള ചില പ്രത്യേകതരം വാർത്തകൾ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ സ്വാഭാവികമായും കുറേ നടക്കും, അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതുപോലുള്ള ഗൗരവമുള്ള പ്രശ്നങ്ങൾ, ഒരു സംസ്ഥാനത്തിൻ്റെ ധനകാര്യ അവകാശം, ഭരണഘടന പറയുന്ന ഫിസ്ക്കൽ ഫെഡറലിസം, ഇതിനെയൊക്കെ അട്ടിമറിക്കുന്ന സമീപനങ്ങളുമായിട്ട് ഒരു കൂസലുമില്ലാതെ കേന്ദ്രം പോകുമ്പോൾ, ഡൽഹിയിലെ ഭരണം പോകുമ്പോൾ, അതിനെതിരായിട്ട് കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ഒരു കുറെ കൂടെ ഉത്തരവാദിത്വ ബോധം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ലെന്നല്ല, കുറെ കൂടെ ഉത്തരവാദിത്വ ബോധം മാധ്യമങ്ങൾ കാണിക്കേണ്ടതുണ്ട്. പിന്നെ പ്രളയമുണ്ടായപ്പോൾ വിദേശത്ത് നിന്ന് കേരളത്തെ സഹായിക്കാൻ സന്നദ്ധരായിട്ട് പലരും വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ പിന്നെ ദുരന്തം ഉണ്ടാകുമ്പോൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു, ഡൽഹി ഗവൺമെൻറ് പറഞ്ഞു അതൊന്നും അതിൻ്റെയൊന്നും ആവശ്യമില്ല. എന്നിട്ട് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് തരേണ്ട സാമ്പത്തിക സഹായം തന്നു, അതുകൊണ്ട് തന്നുമില്ല. ഇപ്പോൾ അതാണ്ട് മഹാരാഷ്ട്രയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മളെല്ലാം കണ്ടു, എന്താ, വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കാൻ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനെ അനുവദിക്കുകയാണ്. അപ്പോൾ നഗ്നമായിട്ടുള്ള പന്തിഭേദം ഈ BJP കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിനെതിരായി ശക്തമായി ഒറ്റക്കെട്ടായി നിൽക്കാൻ കേരളത്തിലെ MP-മാർ തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു ദുരവസ്ഥയും ഇപ്പോൾ നിലവിലുണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഒരാളെന്നെ ഫോണിൽ പറഞ്ഞത് ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ച് നാളത്തെ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യാം. എന്താണ് അതിൻ്റെ പശ്ചാത്തലം, അത് എത്രത്തോളം പിന്നെ CBI അന്വേഷിക്കേണ്ട തരത്തിലുള്ള വിഷയമാണോ അല്ലയോ, ഇതെല്ലാം നമുക്ക് പൊതു സമൂഹവും മാധ്യമങ്ങളും ചർച്ച ചെയ്യേണ്ടതാണ്. അല്ല, CBI അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം അത് ഫലപ്രദമായിട്ടാണ് നടക്കുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ CBI അന്വേഷണത്തിലേക്ക് പോകേണ്ടതല്ല. CBI അന്വേഷണം ഒരു സാഹചര്യത്തിലും പാടില്ല എന്നൊരു സമീപനം ഇടതുപക്ഷം എടുത്തിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ CBIക്ക് നല്ല പേരും പെരുമയും ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകളെല്ലാം പറയുന്നത് ഇത് CBI അന്വേഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് മമ്മൂട്ടി നായകനായിട്ടുള്ള CBI സിനിമകളുടെ സീരീസ് തന്നെ ഉണ്ടായത്. പിന്നീടൊരു ഘട്ടമായപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞു, എന്താ, കൂട്ടിലെ തത്തയാണ് CBI എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയും CBI അപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പല രൂപത്തിൽ പെരുമാറാറുണ്ട്. കോടതികൾ വളരെ നമ്മളെ അമ്പരപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന കോടതി വിധികൾ ഉണ്ടാകാറുണ്ട്. അത് പറയുന്നതിന് എനിക്കൊരു കൂസലുമില്ല. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു കോടതി വിധി പുറപ്പെടുവിക്കാൻ പാടുണ്ടോ എന്ന് സമീപകാലത്ത് നമ്മൾ ചോദിച്ചു. അതേസമയം നല്ല നിലയിലുള്ള കോടതി വിധികളും ഉണ്ടാകാറുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയെ പാടെ തള്ളിക്കളയുക, അല്ലെങ്കിൽ എല്ലാം ആ അന്വേഷണ ഏജൻസി ഏൽപ്പിക്കാമെന്ന് പറയുക, ഇത് രണ്ടുമല്ല. കോടതി തന്നെ പലപ്പോഴും CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ
കോടതികൾ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം അന്വേഷണം നന്നായിട്ട് നടക്കുന്നുണ്ട്, അതുകൊണ്ട് CBI ക്കൊന്നും വിടേണ്ട കാര്യമില്ല എന്ന് കോടതി പറയാറുണ്ട്. അപ്പോൾ ഓരോ സാഹചര്യത്തെ ആസ്പദമാക്കി മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ കഴിയൂ. അതിൻ്റെ സാങ്കേതികത്വം ഞാൻ പറയേണ്ടതല്ല. ഞാൻ എന്തെങ്കിലും അതിൻ്റെ വസ്തുതകളും പശ്ചാത്തലവും അറിയാതെ ഞാൻ പറയേണ്ടതല്ല. അത് ഇത് സംബന്ധിച്ച് വിശദീകരിക്കാൻ പരിജ്ഞാനമുള്ള ഉത്തരവാദിത്വമുള്ള കേന്ദ്രങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിക്കും. ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ പോകുന്നത് എനിക്കും നല്ലതല്ല, നിങ്ങൾക്കും നല്ലതല്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ലേ, അത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്താ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ളതെന്നുള്ളത്. അത് മനസ്സിലായിട്ടുള്ളവർ പറയട്ടെ. അതെ, ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ലംഘനമാണ് വിഷയമെങ്കിൽ, അങ്ങനെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന പോലീസിനോ വിജിലൻസിനോ അത് അന്വേഷിക്കാൻ കഴിയില്ല. അത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതാണ്. അപ്പുറം ശരിയാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അല്ല, അതിനെ സംബന്ധിച്ച് ഞാൻ ഒരു തവണ പ്രതികരിച്ച് കഴിഞ്ഞതാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ വസ്തുതകൾ നമ്മൾ കാണണം. അദ്ദേഹത്തിൻ്റെ ചില സന്ദർഭങ്ങളിലെ പ്രസ്താവനകൾ അദ്ദേഹം പിന്തുടരുന്ന പ്രസ്ഥാനത്തിൻ്റെ സമീപനവുമായി പൊരുത്തപ്പെടുന്നതാണോ എന്ന് സംശയിക്കുന്നതാണ്. പൊരുത്തപ്പെടുന്നതല്ല എന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. ഒരു മാധ്യമപ്രവർത്തകരെ തീവ്രവാദി എന്നെല്ലാം വിളിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വഹിക്കുന്ന ഉത്തരവാദിത്വം എന്താണെങ്കിൽ തന്നെയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ അസ്വീകാര്യമായി തോന്നുന്ന കാര്യങ്ങളെ പറയാനും വിമർശിക്കാനും ഇടതുപക്ഷ പുരോഗമന നിലപാടെടുക്കുന്നവർ തയ്യാറായിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സാഹിബ് MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, അദ്ദേഹം പറയുന്ന ഇതിൽ സ്വീകാര്യമായ കാര്യങ്ങളുണ്ട്, അസ്വീകാര്യമായ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാനിത് സംബന്ധിച്ച് പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് ചിലർ എന്ന മട്ടിലൊരു അവതരണം നടക്കുന്നുണ്ട്. ആ അവതരണം ശരിയല്ല. അല്ല, അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഞങ്ങളെല്ലാം വിമർശിച്ചിട്ടുള്ളത്. സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ മാത്രമാണ്. അപ്പൊ അതൊരു പരിപാടിയിൽ പങ്കെടുത്തതാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിൽ 2 വീടുകൾ ഉൾപ്പെടെ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതിന്റെ പരിപാടിയിലും അടൂർ പ്രകാശ് പങ്കെടുക്കുന്ന ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ബന്ധം ഉണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ നമ്മൾ ഓരോ കാര്യത്തിലും ചില പക്വതയും നിലപാടുകളും പുലർത്തേണ്ടതുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. അപ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ് അതിലെടുത്തൊരു സമീപനമുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കട്ടെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണ്. ആർക്കൊക്കെ ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ടോ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോ എന്നുള്ള നിലപാടല്ലേ ഈ ഗവൺമെൻറ് എടുത്തത്. പക്ഷേ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് എന്താ കേരളത്തിൽ സംഭവിച്ചത്? സഖാക്കൾ കള്ളന്മാരാണ്, അയ്യപ്പൻ്റെ എടുത്തുകൊണ്ട് പോയി, സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി എന്നൊരു പാരഡി പാട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുകയായിരുന്നില്ലേ? എത്ര മ്ലേച്ഛമാണത്, എത്ര നിലവാരശൂന്യമാണ്. വലിയ നിലവാരമുള്ളവരെ പോലൊക്കെ അല്ലേ ഈ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ സംസാരിക്കുന്നത്. സഖാക്കളെല്ലാം കള്ളന്മാരാണോ? സഖാക്കൾ ആരെങ്കിലും കള്ളന്മാരാണെങ്കിൽ അവരുടെ മേൽ വേറെ ആരും നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. പാർട്ടി നടപടിയെടുക്കും.
അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പം അതാണ് ചരിത്രം. ആ സമയത്താണ് ഇത്തരത്തിൽ പോറ്റിയെ കയറ്റിയത് സഖാക്കളാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട് പാരഡി ഗാനം. പാരഡി ഗാനമായിട്ട് ഇപ്പോൾ എന്ത് വേണമെങ്കിലും പറയാം. എന്തെല്ലാം ആരെക്കുറിച്ച് എന്തെല്ലാം അപവാദങ്ങളും പാരഡി രൂപത്തിൽ പറയുന്നു ഇല്ലേ. മുണ്ടശ്ശേരി മണ്ടനാണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഒരു മുദ്രാവാക്യം ഒരുതരം പാരഡിയാണ്. ഇപ്പോൾ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മണ്ടനാണെന്ന് പറയുന്നത് മണ്ടന്മാർക്ക് മാത്രമേ പറ്റൂ. പക്ഷെ അതാണ് വിമോചന സമരകാലത്ത് പറഞ്ഞത്. മുണ്ടശ്ശേരി മാഷ എഴുതി ഏതെങ്കിലും ഒരു പുസ്തകം മറിച്ച് നോക്കിയാൽ മുണ്ടശ്ശേരി മണ്ടൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ പ്രാസം ഒപ്പിച്ച് എന്ത് വേണമെങ്കിലും പറയാം. അതാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും രാഷ്ട്രീയം. EMS കുറിച്ച് എഴുതിയിട്ടുള്ള ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്ന മുദ്രാവാക്യങ്ങളുണ്ട്. കോൺഗ്രസ്സുകാർ വിളിച്ച മുദ്രാവാക്യം. AKG കുറിച്ച് വിളിച്ച മുദ്രാവാക്യമുണ്ട്. AKG ഇവിടെ വയ്യാതെ മെഡിക്കൽ കോളേജ് ആശുപത്രി കിടക്കുമ്പോൾ. ഇതൊന്നും നമ്മൾ മറന്നുപോയിട്ടില്ല. അപ്പം നിലവാരമില്ലാത്ത പ്രചരണങ്ങളും മുദ്രാവാക്യങ്ങളും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും അവസാനത്തെ ആശ്രയമാണ്. അതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ എന്താ നമ്മൾ കണ്ടത്? അടൂർ പ്രകാശ് ഒക്കെ ആയിട്ട് എനിക്ക് വലിയ ആദരവുള്ള ഒരു വ്യക്തിത്വമാണ് സോണിയാഗാന്ധി. ഡൽഹിയിൽ വെച്ച് ഞങ്ങൾക്ക് പലപ്പോഴും കാണാനും സംസാരിക്കാനും ഇടയായിട്ടുണ്ട് സാമൂഹ്യ ചടങ്ങുകളിൽ. അവരെ കുറ്റപ്പെടുത്താനോ അവർക്ക് നേരെ സംശയത്തിൻ്റെ വിരൽ ചൂണ്ടാനോ ഒന്നും ഞങ്ങൾ തയ്യാറല്ല. പക്ഷെ പോറ്റിയെ കയറ്റിയ സഖാക്കളാണെന്നുള്ള കള്ള വ്യാജ പാരഡി ഇറക്കി വോട്ട് പിടിച്ച് കുറച്ച് തെരഞ്ഞെടുപ്പിൽ കുറച്ച് മെച്ചം ഉണ്ടാക്കാൻ പറ്റി. ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് UDF-ൻ്റെ ഭരണകാലത്ത് UDF-കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് ശബരിമലയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സമയത്താണ് ഈ കുറ്റവാളി എന്ന് ഇപ്പം ആരോപിക്കപ്പെടുന്നത്. അങ്ങനല്ലേ പറയാൻ പറ്റൂ? കോടതി വിധിക്കുന്നവരെ പറയാൻ പറ്റുള്ളൂ. ആ വ്യക്തി ഇംപ്രഗ്നബിൾ എന്ന് പറയാവുന്ന ഒരു താമസ സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ സുരക്ഷാ സംവിധാനം ഭേദിച്ചകത്തേക്ക് കടക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു കോട്ട പോലെ കാവലുള്ള സംവിധാനമാണ്. പിന്നെ ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കുമ്പോഴൊക്കെ അവിടെ പോകാൻ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം എനിക്കും അവസരം ഉണ്ടായിട്ടുണ്ട്. അതുപോലുള്ള സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥലവും സോണിയാഗാന്ധിജിയുടെ സ്ഥലവും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അവിടെ പോയിട്ട് എന്ത് അവർ ആവശ്യപ്പെട്ടിട്ടോ ഉദ്ദേശിച്ചിട്ടോ ആയിരിക്കില്ല. അങ്ങനെയാണ് ഇപ്പോൾ അടൂർ പ്രകാശ് വിശദീകരിക്കുന്നത്. എനിക്കറിഞ്ഞൂടാ, മറ്റാരോ ആവശ്യപ്പെട്ടിട്ടത് പിന്നെ പൂജിച്ച ചരട് കെട്ടി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ എന്നെ കൂടെ വിളിച്ച് ഞാൻ പോയെന്നാണ്. ഉരുളുകയാണ് കിടന്നിട്ട്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വേണം ആർക്കെതിരായിട്ട് നമ്മൾ ആരോപണം ഉന്നയിക്കാൻ. അത് ഇവർ മറന്നുപോയി. CPM-വുമായി ബന്ധപ്പെട്ട ചിലർ ഈ കേസിൽ പോലീസുകാരാൽ വിളിക്കപ്പെടുകയും ജയിലിലടയ്ക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ബാക്കി കുറേ പ്രതികളുണ്ടല്ലോ, കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഇതുപോലെ പ്രശസ്തരല്ലേ, അത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാം കാര്യം. അതൊന്നും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ശബരിമല വിഷയം ഉപയോഗിച്ച് പാർട്ടി കുറ്റം ചെയ്തു, അയ്യപ്പൻ്റെ എല്ലാം മോഷ്ടിച്ചു പ്രസംഗിക്കുന്നു പറഞ്ഞാൽ ഇനി മൂന്നാമതൊരു തവണ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നാൽ അയ്യപ്പ വിഗ്രഹം അവിടെ ഉണ്ടാവില്ലെന്നാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രസംഗിക്കുകയാണ്. ദയനീയമാണെന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തോൽവിയാണ് ഉണ്ടായത്. ജില്ലാ പഞ്ചായത്തിൽ തുല്യമേ ഒന്നുള്ളൂ. ബാക്കി സ്ഥലത്തെല്ലാം കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ഒക്കെ UDF-നാണ് കൂടുതൽ വിജയം ഉണ്ടായത്. ആ വിജയം എങ്ങനെയാണ് ഉണ്ടായത്, ഏതെല്ലാം തരത്തിലുള്ള വോട്ടിൻ്റെ കാര്യത്തിലുള്ള ഇടപാടുകൾ ഉണ്ടായി എന്നില്ല ഉള്ളത് പിന്നെ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം പറയാം, ഈ തോൽവി ഞങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിലും ചെറിയ ഫുട്ബോൾ കമ്പക്കാരനായതുകൊണ്ട് ഞാൻ ഈ തോൽവിയെ കാണുന്നത് കഴിഞ്ഞ ലോകകപ്പിൻ്റെ ആദ്യത്തെ മത്സരത്തിൽ അർജൻറ്റീനയ്ക്കുണ്ടായ തോൽവിയോടാണ്. തോൽവിയുണ്ടായി, സൗദി അറേബ്യയോടാണ് തോറ്റത്. അപ്പോൾ എവിടെ അർജൻറ്റീന, എവിടെ മെസ്സി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കമൻറ്റുകൾ ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. പിന്നെന്താ സംഭവിച്ചതെന്നറിയാമല്ലോ. അപ്പം അർജൻറ്റീന സൗദി അറേബ്യയോട് തോറ്റപ്പോൾ ആ തോൽവി എന്തുകൊണ്ടുണ്ടായി എന്ന് പരിശോധിച്ച് തുറന്നുള്ള കളികളിൽ അതിന് പരിഹാരം ചെയ്തു. അതിൻ്റെ ഫലം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തോൽവി തന്നെയാണ് ഉണ്ടായത്. പിന്നെ പല താരതമ്യങ്ങളും നടത്തുമ്പോൾ
പ്രചരിപ്പിക്കുന്ന പോലുള്ള തോൽവിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ തോൽവി തന്നെയാണ്. വിശകലനം ചെയ്തിട്ട് തോൽവിയെ തോൽവി അല്ലാതാക്കുന്ന പരിശ്രമമൊന്നും ഞങ്ങളാരും ഒരിക്കലും കാണിക്കുകയില്ല. പക്ഷെ ഇത് മറികടക്കാൻ കഴിയാത്തതല്ല. പക്ഷെ മറികടക്കണമെങ്കിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ തലത്തിലുമുള്ള നേതാക്കന്മാരും പ്രവർത്തകന്മാരും സ്വയംവിമർശനപരമായി പരിശോധിച്ച് തങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കി അത് തിരുത്തി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങൾക്കുള്ള പരാതികൾ ക്ഷമാപൂർവം കേട്ട് ആ പരാതികളിൽ ഞങ്ങൾ പരിഹാരം കണ്ടെത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അവയ്ക്ക് പരിഹാരം കണ്ടെത്തി ഞങ്ങൾ തുടർന്നുള്ള മാസങ്ങളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആ പ്രവർത്തനങ്ങളിൽ ഈ 5ാമത് പഠന കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളും ആ പഠന കോൺഗ്രസിൻ്റെ കണ്ടെത്തലുകളും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കും. കാര്യം ഗൗരവമായിട്ടാണ് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിൻ്റെ ഭാവിയെ കാണുന്നത്. UDF-നെയും കോൺഗ്രസിനെയും പോലെ ഉപരിപ്ലവമായിട്ടല്ല, പാരഡി ഗാനമായിട്ടല്ല കേരളത്തിൻ്റെ ഭാവിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്. അത് ഈ പഠന കോൺഗ്രസിലൂടെ വ്യക്തമാക്കപ്പെടും.